നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ BJP MP കങ്കണ റണൌട്ട് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇത് കണ്ട് പേടിച്ചരണ്ട് വിറളി പിടിച്ച് BJP ഉടനെ തന്നെ കങ്കണയ്ക്ക് ഓർഡർ കൊടുത്തു ആ പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ BJPക്ക് ഇത്ര ഭയം? 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ അവലോകനം ചെയ്യുന്നത്. 1, ഈ പോസ്റ്റിൽ കങ്കണ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ. 2, ഇത്രയും ചെറിയ ഒരു പോസ്റ്റിൽ വരുത്തിയ കണക്കില്ലാത്ത ഗ്രാമർ മിസ്റ്റേക്കുകൾ. 3, ഇതേ തുടർന്ന് പരിഭ്രാന്തിയിലായ ഭയത്തിലായ BJP ഉടനെ തന്നെ ഈ പോസ്റ്റ് പിൻവലിക്കണം എന്ന് കങ്കണയ്ക്ക് നിർദ്ദേശം നൽകിയത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് BJP എന്ന് പറയുന്നത് നട്ടലില്ലാത്തവരുടെ ഒരു കൂട്ടമാണെന്ന്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവർ വീരനായി കാണുന്ന സവർക്കർ ബ്രിട്ടീഷുകാർക്ക് 6 മാപ്പ് എഴുതി കൊടുത്ത ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എന്നും ബ്രിട്ടീഷുകാരോട് ഒപ്പമാണ് സംഘികൾ നിലയുറപ്പിച്ചത്. വെളുമ്പരെ കാണുമ്പോൾ കാലു പിടിക്കുകയും മാപ്പ് പറയുകയും അവർക്ക് വേണ്ടി എന്ത് വിടുപണി വേണമെങ്കിലും ചെയ്യുകയും ചെയ്യുന്നവരാണ് അവരെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയപ്പോൾ അത് ആദ്യമായി പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ട്രംപ് പറഞ്ഞത് ട്രേഡിന്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയാണ് വെടിനിർത്തലിന് സമ്മതിപ്പിച്ചത് എന്നാണ്. പിന്നീട് 5 പ്രാവശ്യം കൂടി പല സ്ഥലങ്ങളിലായി ട്രംപ് ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു 3ാം കക്ഷിയെ ഇടപെടുത്താൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് താനാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിർത്തലാക്കിയത് എന്ന് പറഞ്ഞത് സംഘികൾക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ട്രംപിന്റെ ഈ പ്രസ്താവനയെ നിഷേധിക്കാനോ ട്രംപിനെതിരെ സംസാരിക്കാനോ മോദി സർക്കാർ കൂട്ടാക്കിയില്ല. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്ന് മാത്രവുമല്ല, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞത് പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം തുടങ്ങിയത് മുതൽ അമേരിക്കയുമായി ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് എന്നാണ്. എന്നാൽ ഈ സംസാരങ്ങളിൽ ഒന്നും ട്രേഡിന്റെ കാര്യം ഉയർന്നു വന്നിട്ടില്ല എന്നാണ് അവർ വിശദീകരിച്ചത്. ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ ഈ വെടിനിർത്തലിന് ഇടനിന്നത് അമേരിക്കയാണെന്ന്. അതിനുശേഷം ട്രംപ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിന്റെ CEO ടിം കുക്കുമായി ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നും അതിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥാപിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഈ പോസ്റ്റിന് മറുപടിയായിട്ടാണ് കങ്കണ വളരെ കോപത്തോടുകൂടി ട്രംപിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റ് ട്രംപിനെതിരെ മാത്രമല്ല, മറിച്ച് മോദിയെ പുകഴ്ത്തിക്കൊണ്ടും കൂടി ഉള്ളതായിരുന്നു. ഇതാണ് കങ്കണയുടെ പോസ്റ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപിന് മോദിയോടുള്ള സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണമെന്ത്? ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും, പക്ഷേ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇത് ട്രംപിന്റെ 2ാമത്തെ ടേം മാത്രമാണ്, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ 3ാമത്തെ ടേമാണ്. ട്രംപ് വളരെ ശക്തിയുള്ള ആളാണ് എന്ന് സംശയമില്ല, പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ ശക്തന്മാരുടെയും തന്തയാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇത് മോദിയോടുള്ള വ്യക്തിപരമായ അസൂയയാണോ അതെയോ ഡിപ്ലോമാറ്റിക് ഇൻസെക്യൂരിറ്റി ആണോ? ആദ്യം ഇതിലെ വിഡ്ഢിത്തരങ്ങൾ നോക്കാം. കങ്കണ 1ാമത്തെ പോയിന്റായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന നേതാവ് മോദിയാണെന്ന്. അത് നമ്മൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തോടുകൂടി വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഒരൊറ്റ രാജ്യം പോലും ഇന്ത്യയെ പിന്തുണച്ചില്ല. ആകെ പിന്തുണച്ചു എന്ന് പറയാവുന്നത് താലിബാൻ മാത്രമാണ്. പിന്നെ വാക്കുകൊണ്ട് വെറുതെ പിന്തുണച്ചു എന്ന് വരുത്തിയത് ഇസ്രായേലും മാത്രം. അതിനെ തുടർന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിനായി 7 ഡെലിഗേഷൻ രൂപീകരിച്ച് 33 രാജ്യങ്ങൾ സന്ദർശിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നഷ്ടപ്പെട്ട പിന്തുണ വീണ്ടെടുക്കാൻ ശ്രമം നടത്തുന്നത്. അപ്പോൾ തന്നെ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന നേതാവ് മോദിയാണ് എന്ന് നിങ്ങൾക്ക് 100% വ്യക്തമായല്ലോ. 2ാമത്തെ പോയിന്റായി കങ്കണ പറഞ്ഞിരിക്കുന്നത് ട്രംപ് വെറും 2ാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത് എന്ന്. എന്നാൽ മോദി ആകട്ടെ 3ാമത്തെ പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആളാണ്. സംഘികളുടെ അതേ ബുദ്ധിയാണ് കങ്കണയ്ക്കും എന്ന് പറയാതെ വയ്യ. കാരണം അമേരിക്കയിൽ ഒരാൾക്ക് 2 ടേം മാത്രമേ പ്രസിഡന്റായി ഇരിക്കാൻ കഴിയൂ. ഇത് അമേരിക്കൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു പ്രസിഡന്റിന് 2 പ്രാവശ്യം മാത്രമേ സെർവ് ചെയ്യാൻ പറ്റൂ എന്ന്. സംഘിണി കങ്കണയ്ക്ക്
അത് അറിയാനും മനസ്സിലാക്കാനുമുള്ള സാമാന്യബോധമില്ല എന്ന് അറിയാം. ഈ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആൽഫാമെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോമിനന്റ് ആയ, ശക്തനായ അല്ലെങ്കിൽ പ്രബലനായ ആൾ എന്നാണ്. അപ്പോൾ കങ്കണയുടെ അഭിപ്രായം അനുസരിച്ച് മന്ദഭക്തരുടെ അമേരിക്കയിലെ ദൈവമായ ട്രംപ് വളരെ ശക്തനായ ആളാണെങ്കിലും ആ ട്രംപിന്റെ തന്തയാകാനുള്ള ശക്തിയുള്ള ആളാണ് നരേന്ദ്രമോദി എന്നാണ്. ട്രംപിന് മോദിയുടെ ആ ശക്തിയോടുള്ള അസൂയ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് കങ്കണ ചോദിക്കുന്നത്. മോദിയുടെ ശക്തി എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തവർക്ക് കൂടി മനസ്സിലാവാൻ ഇടയായ സംഭവമാണ് വെടിനിർത്തലിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യം പോലും ഇന്ത്യക്കൊപ്പം നിന്നില്ല എങ്കിൽ അത് ഇന്ത്യയുടെ വീഴ്ചയല്ല, മറിച്ച് ഇന്ത്യ ഭരിക്കുന്ന മോദിയുടെ കഴിവില്ലായ്മയും പിടിപ്പുകേടും ഒന്നുകൊണ്ട് മാത്രമാണ്. രണ്ടാമതായി ഇതിലെ എണ്ണമറ്റ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കാണാം. സാധാരണ ആളുകൾ ഇത്തരം മിസ്റ്റേക്കുകൾ വരുത്തുന്നത് വലിയ തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇവർ BJPയുടെ MP ആണ്, ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്രയധികം തെറ്റുകൾ വരുത്തുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. കങ്കണയുടെ പോസ്റ്റും അതിലെ തെറ്റുകൾ എല്ലാം തിരുത്തി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതും നോക്കിക്കൊള്ളൂ. ആദ്യത്തെ സെന്റൻസ് തന്നെ വലിയ തെറ്റാണ്. കങ്കണയുടെ ഓരോ സെന്റൻസും നിറയെ തെറ്റുകൾ നിറഞ്ഞതാണ് എന്ന് കണ്ടല്ലോ. ആദ്യത്തെ സെന്റൻസ് തെറ്റാണ്. നമ്പർ ഇട്ട് പറഞ്ഞിരിക്കുന്ന 1, 2, 3 എന്നിവയിലും വളരെ തെറ്റുകളുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഇത് പേഴ്സണൽ ജലസിയാണോ എന്ന് ചോദിക്കുന്ന സെന്റൻസിലും വളരെയേറെ തെറ്റുകളുണ്ട്. ഒരു സംഘണി MP-യിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളത് വസ്തുതയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കങ്കണ ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി ഭീരുക്കളായ സംഘികൾക്ക് മുട്ടിടിക്കാൻ തുടങ്ങി. ട്രംപിനെതിരെ ഭരണകക്ഷി MP പറയുന്നത് ഓൾറെഡി അമേരിക്കയുടെയും ട്രംപിന്റെയും മുൻപിൽ മുട്ടുമറക്കിയ സംഘിക്കൂട്ടങ്ങൾക്ക് വലിയ ഭയാശങ്കയാണ് ഉണ്ടാക്കിയത്. വളരെ ന്യായമായ കാര്യമാണ്. ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ട്രംപ് ആരാണ് എന്ന് കങ്കണയല്ലാതെ ഒരൊറ്റ BJP MP-മാരോ നേതാക്കളോ ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അവർക്ക് ഒരിക്കലും അതിനുള്ള ധൈര്യം ഉണ്ടാവുകയുമില്ല. പാവം പിടിച്ച മുസ്ലിങ്ങളെയും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളെയും ED-യെയും CBI-യെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ തൻ്റെ ഇടത്തോടെ ലോകത്തിന്റെ മുൻപിൽ തങ്ങളുടെ കാര്യം തുറന്നു വ്യക്തമാക്കാനുള്ള ഒരു ധൈര്യവും അവർക്കില്ല. അതും കങ്കണയ്ക്ക് ഉടനടി ഈ പോസ്റ്റ് നീക്കണമെന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തത് വേറെ ആരുമല്ല, BJPയുടെ പ്രസിഡന്റ് JP നഡ്ഡയാണ്. BJPയുടെ ഏറ്റവും തലപ്പത്ത് നിന്ന് തന്നെ ഓർഡർ വന്നു, മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയുന്നത് നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല എന്ന്. ഉടനെ തന്നെ പോസ്റ്റ് പിൻവലിച്ച് കങ്കണ ഒരു സവർക്കർ മാപ്പ് X-ൽ പോസ്റ്റ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ബഹുമാനപ്പെട്ട BJPയുടെ ദേശീയ പ്രസിഡന്റ് എന്നെ വിളിച്ച് നേരിട്ട് ആവശ്യപ്പെട്ടു ട്രംപിനെതിരെ ഞാൻ ചെയ്തിരിക്കുന്ന ട്വീറ്റ് നീക്കം ചെയ്യണമെന്ന്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ പോസ്റ്റ് ചെയ്തതിൽ അതിയായി ഖേദിക്കുകയും എനിക്ക് ഉത്തരവ് നൽകിയതനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ X-ൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ആ പോസ്റ്റ് നീക്കം ചെയ്തു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? BJP പ്രസിഡന്റ് JP നഡ്ഡ നേരിട്ട് കങ്കണയെ വിളിച്ചു പറഞ്ഞു, അയ്യോ നമ്മുടെ എല്ലാവരുടെയും തന്ത ട്രംപ് തന്നെയാണ്, അത് അങ്ങനെയല്ല എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടല്ലേ, ഉടനടി അത് നീക്കം ചെയ്യൂ എന്ന്. ഇന്ത്യയുടെ കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് അനാവശ്യമായി കൈകടത്തുന്നത് ചോദ്യം ചെയ്യാൻ BJPയിൽപ്പെട്ട ആർക്കും അവകാശമില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ലേ ഈ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ട്രംപിനെയും സായിപ്പുമാരെയും വിദേശികളെയും ഇത്രയും ഭയം? ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളുടെയും മുസ്ലിങ്ങളുടെയും മേൽ അധികാര ദുർവിനിയോഗം നടത്താൻ മാത്രമേ ഈ ഭീരുക്കൾക്ക് കഴിയുകയുള്ളൂ എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഇത് ശരിക്കും സവർക്കറുടെ പിൻഗാമികൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നത് അല്ലേ ഈ സംഭവം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം?